ഈ ബിജു പി വി ഓരോരുത്തരുടെയും ഓരോ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വാഹനങ്ങൾക്ക് പിടിച്ച് അനാവശ്യമായി ഫൈൻ അടിക്കുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അനൂപ് ചന്ദ്രനാണ്. അദ്ദേഹം വീണ്ടും ഈ ഒരു പരാതി നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇത് നമ്മളുടെ കയ്യിൽ തരില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബിജു പി വി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇത്രയും അലിഗേഷൻ വന്നിട്ട് ഇവിടെ ഉള്ളൊരു മുഖ്യധാരാ മാധ്യമങ്ങളോ ഡിപ്പാർട്ട്മെൻറ്റുകളോ ആരെങ്കിലും ഇയാളുടെ പഴയ പൂർവ്വകാലം, വേറൊന്നും വേണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ബിജു പി വി MVD ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇയാളുടെ പഴയ പൂർവ്വചരിത്രം മൊത്തം കിട്ടും. അതുപോലും കാണിക്കുന്നില്ല. ഇയാൾ ആരാണെന്ന് ഇയാളുടെ ഒരു ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു മാധ്യമം ഈ ബിജു പി വി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഫോട്ടോ പോലും കാണിക്കുന്നില്ല. ഇവൻ ആരെ ചെക്ക് ചെയ്യാൻ ചെന്നാലും ഇവൻ്റെ ക്യാമറയും വേറെ 4 ക്യാമറയും എടുത്ത് അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവൻ ഓരോരുത്തർക്കും പണി കൊടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ തെളിവ് തന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഇവിടെ ഒരു ചാനലും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? ഏതായാലും വിസ്മയ ന്യൂസ് ഈ വിഷയത്തിൽ 100% നിങ്ങൾക്കൊപ്പം തന്നെയാണ്. നിങ്ങൾ പറയുന്ന എവിഡൻസുകൾ 100% ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയാണ്. കാരണം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ എടുക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴും വിസ്മയ ന്യൂസ് പല സമയങ്ങളിലും പലയിടങ്ങളിലും ഇത്തരം വാർത്തകളുടെ ഒരു സോഴ്സ് അന്വേഷിച്ച് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ എവിഡൻസോട് കൂടിയിട്ട് അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വാർത്തകളായി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ആരോപിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള തെളിവുകളെന്ന് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഓരോ തെളിവുകളും ഓരോന്നോരോന്നായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ഈ ബിജു പി വി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ കൊടുത്തിട്ടുള്ള MVD ഡിപ്പാർട്ട്മെൻറ്റിന് കമ്മീഷണർ ഓഫീസിൽ വേറെ ആർക്കും അല്ല, അതിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ള പരാതി തൊട്ട് താഴത്തെ ലെവലിൽ ഇയാളുടെ RTO സിന്ധു എന്ന് പറഞ്ഞ തൃശ്ശൂർ എൻഫോഴ്സ്മെൻറ്റ് RTO സിന്ധു എന്ന് പറഞ്ഞ ആളിന് കൊടുത്ത പരാതി തൊട്ട് ഇവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൊടുത്ത പരാതി വരെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതത്രയും ഞാനിവിടെ കൊടുത്തിട്ട് ഇതിന് ഒരു നടപടിയില്ല. അപ്പോഴെനിക്കറിയാം ഇതൊന്നും ചാനലുകാർക്ക് ആർക്കും ഇതൊന്നും വേണ്ട. അവിടെ വണ്ടി പിടിച്ചിട്ടു അത് കാണിക്കുന്നതല്ലാതെ ഈ ബിജു പി വി ആരാണെന്ന് തുറന്ന് കാണിക്കാനുള്ള ധൈര്യം ആർക്കുമില്ല. നിങ്ങൾക്കുണ്ടോ ധൈര്യം? ഞാനൊരു നിങ്ങൾ ഒരു വേണ്ട, ഒന്നും വേണ്ട. ഈ ബിജു പി വിയുടെ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടോ? ഇത്രയും വിഷയങ്ങൾ വന്നു. ഈ ആരാണ് ബിജു പി വി? ഹൂ ഈസ് ബിജു പി വി? ബിജു പി വിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഈ ബിജു പി വി ഓരോരുത്തരുടെയും ഓരോ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വാഹനങ്ങൾക്ക് പിടിച്ച് അനാവശ്യമായി ഫൈൻ അടിക്കുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം തെളിവുകൾ പക്കാ എവിഡൻസ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു? ഇനി ഇത് പബ്ലിഷ് ചെയ്ത് ഈ ബിജു പി വി ഈ സംഭവങ്ങളുടെ ഞാൻ തരുന്ന തെളിവുകൾ പബ്ലിഷ് ചെയ്തതിൽ ഇതിന് ഞാൻ തെറ്റായിട്ടുള്ള എന്തെങ്കിലും തരണം, എന്നെ അറസ്റ്റ് ചെയ്യാം. ചാനലിന്റെ പേരിൽ ഒന്നും വേണ്ട, എൻ്റെ പേരിൽ കേസെടുക്കാം ഉദ്യോഗസ്ഥർക്ക്. അമ്മാതിരി തെളിവുകളാണ് ഈ ബിജു പി വിയെ കുറിച്ച്. പക്ഷേ നിങ്ങൾ ഈ ചാനലുകാർ പറയും പിന്നെ അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യത്തില്ല. ഇത് പബ്ലിഷ് ചെയ്യുമെങ്കിൽ ഞാൻ തരും. തീർച്ചയായിട്ടും 100% ഉറപ്പാണ് താങ്കൾ ഇത് പബ്ലിഷ് ചെയ്യും. താങ്കൾ പറഞ്ഞോളൂ എന്തൊക്കെയാണ്. ബിജു പി വി സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ഇല്ലാതെ 1,65,00,000 രൂപയ്ക്ക് വാങ്ങിയ സ്വത്തിന്റെ പ്രമാണത്തിന്റെ പകർപ്പെടുത്തതാണ്. ഇതിന്റെ ഒറിജിനൽ എൻ്റെ കൈവശമുണ്ട്. വേറെ ആരുടെയും ബിനാമി പേരിലല്ല, ഈ ബിജു പി വിയുടെ പേരിൽ തന്നെയാണ് ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഈ MVI ഉദ്യോഗസ്ഥൻ ഇത്രയും പൈസ കിട്ടി? സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ എന്തിനു വാങ്ങിച്ചു? അന്ന് ഈ രജിസ്ട്രേഷനൊന്നും ഓൺലൈനില്ലല്ലോ. ഇത് ഞാൻ തിരുവനന്തപുരം വിജിലൻസിന് കൊടുത്ത പരാതിയാണ്. ഈ ബിജു പി വിയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വിജിലൻസിന് കൊടുത്ത പരാതി. ഈ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആർക്ക് പരാതി കൊടുത്താലും ഒരു അന്വേഷണവും ഇല്ല. ഇയാൾ വേറെ രീതിയിൽ ഇയാൾ അന്വേഷണത്തിന് എങ്ങനെ അട്ടിമറിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ മനോജ് കുമാർ K എന്ന് പറഞ്ഞിട്ട് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട്. അയാൾ തൃശ്ശൂർ എൻഫോഴ്സ്മെൻറ്റ് RTO സിന്ധു, ഇവരൊക്കെ ഇയാളെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഞാനൊരു പരാതി കൊടുത്തിട്ട് ഈ 4 മാസമായിട്ടും എൻ്റെ പരാതിക്കൊരു റിപ്ലൈയോ അന്വേഷണം നടക്കുന്നുണ്ടോ ഒന്നുമില്ല. ഇത് ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തിനെതിരെ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തതാണ്. അതായത് ഡേറ്റ് 20/4/2026 വിജിലൻസിന് അനധികൃത സ്വത്ത് സമ്പാദ്യം അതിന് ഒരു നടപടിയില്ല. അപ്പം നമുക്ക് ഇയാളുടെ വലിയ വലിയ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അതല്ലെങ്കിൽ ഇവൻ പോയി പോലീസ് ജീപ്പിനെ പിടിച്ച് ഫൈൻ അടിക്കണമെങ്കിലേ അതിൻ്റെ കാര്യമുണ്ടോ? ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അവർ ക്രമസമാധാന പാലനത്തിന് ഉള്ളവരാണ്. അവരുടെ വാഹനത്തിന് ചിലപ്പോൾ അതില്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് SHO നമ്പറിലോ സ്റ്റേഷനിലോ ഒന്ന് വിളിച്ച് പറയാം. കാര്യമുണ്ടോ? അതായത് ഇവൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാം മറ്റുള്ളവരെ, അതായത്
ആടിനെ പട്ടിയാക്കിയിട്ട് അവനെ മോശക്കാരനാക്കിയിട്ട് ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴി താറടിക്കുക. അതായത് ഇവനൊരു ഇടയ്ക്ക് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും അവരെയൊക്കെ സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ചതിന് ഇവന് സർവീസിൽ നിന്ന് സസ്പെൻഷനിലിരുന്നോനാ. സസ്പെൻഷൻ കഴിഞ്ഞിപ്പോൾ കയറിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവൻ പല തൃശ്ശൂറുള്ള ഒരു ദശരഥ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ഓണർ, അയാൾക്ക് ആരടുത്താണോ വൈരാഗ്യമുള്ളത്, ഇവൻ ദശരഥ ബസ് ഓണറുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ ദശരഥയുടെ ബസ്സിൻ്റെ ഓണർ ജോഷിയെ കൂടെ ഇവൻ്റെ MVD വണ്ടിയിൽ, ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വന്നാണ് ഈ ജോഷി പറയുന്ന വാഹനങ്ങൾക്ക് ഫൈൻ അടിക്കുന്നത്. അപ്പോൾ ഇവന് പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം ഇതാണ്. ഇവന് ഒന്നും പേടിയില്ല. ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ ഇവനെ അനുകൂലിക്കുന്നവരെ കയറ്റാനും അവരെ കൂടെ കൊണ്ടുപോയി മറ്റുള്ള വണ്ടികൾക്ക് ഫൈൻ അടിപ്പിക്കാനും ഒക്കെ ഇവന് അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ ഇവന് ഈ ഒരു വെറുതെ പോയ പോലീസ് ജീപ്പിൻ്റെ തോളിൽ കയറാൻ പോയത്. അങ്ങനെയാണ് ഇവനിവിടെ KSRTC ബസ് RC ക്യാൻസലായ ബസ് ഉണ്ടല്ലോ, അത്ര നട്ടലുള്ള ബിജു PV ആണെങ്കിൽ എന്തുകൊണ്ട് അവൻ KSRTCയുടെ തോളിൽ കയറാൻ പോയില്ല? ഈ കോപ്പി നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ ചാനലുകാർ എടുത്തോളൂ, എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. MVD ഉദ്യോഗസ്ഥനായിട്ടുള്ള PV ബിജുവിനെതിരെ നിരവധി പരാതികളുമായിട്ടാണ് അനൂപ് ചന്ദ്രൻ എന്ന ഒരു ആൾ എൻ്റെ അടുത്ത് സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങൾ കേട്ടുവെങ്കിലും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ഇത്രയധികം പരാതികൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? ഞാനും ഇയാളും തമ്മിൽ പേഴ്സണലായിട്ടൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പൂമല റൂട്ടിൽ സ്റ്റേജ് ഗാരേജ് സർവീസ് ബസ്സുണ്ട്. അപ്പോൾ എൻ്റെ ബസ് കൃത്യമായി സർവീസ് നടത്തുന്ന ബസ്സാണ്. അപ്പോൾ എൻ്റെ ബസ്സിൻ്റെ കൂടെ ഒരു ദശരഥ എന്ന് പറഞ്ഞൊരു ബസ് സർവീസ് നടത്തുന്നുണ്ട്. അത് ഈ ബിജു PVയുടെ അടുത്ത, അതിൻ്റെ ജോഷി എന്ന് പറഞ്ഞ ആൾ ഈ ബിജു PVയുടെ അടുത്ത ആളാണ്. അപ്പോൾ ഈ ദശരഥ ബസ്സിന് വേണ്ടി അതിന് ഇയാൾക്കതിൽ ഈ ബിജു PVക്ക് ഷെയർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞും ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. അതും ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല. അപ്പോൾ ഇയാൾ അതായത് തൃശ്ശൂർ നഗരപാലിക ബില്ലുണ്ട്. തൃശ്ശൂരിൻ്റെ നഗരപാലിക ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂറാണ് എല്ലാ വാഹനങ്ങൾക്കും പെർമിറ്റ്. പക്ഷേ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡും ഉണ്ട്, ശക്തൻ സ്റ്റാൻഡും ഉണ്ട്. പക്ഷേ തൃശ്ശൂരിൻ്റെ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാരെ ശക്തനിലേക്ക് കൊണ്ടുവന്ന ആളിനെ ഇറക്കാം. ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന, പക്ഷെ അവർ തിരിച്ച് ഡിപ്പാർച്ചർ അവർ പോകുന്നതെല്ലാം ഇപ്പം ഓരോ സ്ഥലത്തേക്കുള്ളത് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് പോയാൽ മതി. പക്ഷേ തൃശ്ശൂർ നഗരപാലിക ബില്ല് പ്രകാരം അവിടെ മൊത്തവും തൃശ്ശൂർ തന്നെയാണ്. അവിടെ വടക്കേ സ്റ്റാൻഡിൽ നിന്നോ പെർമിറ്റിൽ വടക്കേ സ്റ്റാൻഡിൽ നിന്നോ ശക്തൻ സ്റ്റാൻഡിൽ നിന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന യാത്രക്കാരെ നേരെ തൃശ്ശൂർ ശക്തനിലേക്ക് ഇറക്കുന്ന സമയത്ത് ആ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ നിന്ന് പുല്ലഴി റൂട്ടിലേക്കാണ് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറക്കാറ് പതിവാണ്. അപ്പോൾ ഇയാൾക്ക് എന്നാൽ ഈ മറ്റുള്ള ഈ ജോഷിയുടെ വണ്ടികളെല്ലാം നേരെ എവിടെ പോകുന്നുണ്ട്, ശക്തൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടുമ്പം ഇവർക്ക് ആൾ കുറയുന്നെന്ന് ഉള്ള ഒരു കാരണം കൊണ്ട് അവർക്ക് വേണ്ടി ഇവൻ വേ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വണ്ടി ഒരു ദിവസം ഒന്ന് പിടിക്കുന്നു. ഈ ബിജു PV വേ എല്ലാം കട്ട് ചെയ്തു. അവൻ നേരെ റോങ് സൈഡിൽ, അങ്ങനെ അവൻ വരാൻ പാടില്ല. അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ സിനിമ സ്റ്റൈലിൽ വരുന്നു, വണ്ടി പിടിക്കുന്നു. പിറ്റേ ദിവസം അതിൻ്റെ എക്സ്പ്ലനേഷൻ 11 മണിക്ക് എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസിൽ അവനുണ്ടാകും, ചെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ എൻ്റെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനറുണ്ട്. അപ്പോൾ 3 സ്റ്റാഫുകളാണ് വാഹനത്തിലുള്ളത്. അപ്പം അയാൾ നേരെ, അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവൻ 11 മണിക്ക് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രിപ്പ് കട്ട് ചെയ്തിട്ട് 11 മണിക്ക് ചെന്ന് കാണുന്നതുകൊണ്ട് ഇവർ നേരെ ഈ എഴുതിയ ചെക്ക് റിപ്പോർട്ടിൻ്റെ വിശദീകരണം പറയാൻ വേണ്ടി 11 മണിക്ക് എൻഫോഴ്സ്മെൻറ്റ് RTO ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ബിജു PV അവിടെ നിന്നിറങ്ങി ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ സ്റ്റാൻഡിൽ കിടന്ന വാഹനത്തിന് ഫൈൻ അടിച്ചു. ട്രിപ്പ് കട്ട് ചെയ്തെന്ന് പറഞ്ഞ് വാഹനത്തിന് ഫൈൻ അടിച്ചു. ഇത് പിറ്റേ ദിവസം തന്നെ ഈ കാരണം കാണിച്ച് സിന്ധു, അതായത് അവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് RTO സിന്ധുവിന് രേഖാമൂലം പരാതി കൊടുത്തു. സിന്ധു അതിലൊരു നടപടിയും അവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് RTO എടുത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ പരാതിയായിട്ട് ചെന്നപ്പോൾ സിന്ധു അതിൻ്റെ ഉദ്യോഗസ്ഥനും ചോദിക്കുകയാണ്, ഈ പരാതി ഇതാണ്, എൻ്റെ വാഹനം RMA ചെയ്ത വണ്ടിയാണ്, RMA ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, RMA ചെയ്ത വണ്ടിയാണോ, അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഈ സിന്ധു PV എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയാണ് ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തൃശ്ശൂർ കൊടുക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ മനോജ് കുമാർ K എന്നൊരാളാണ്. അങ്ങനെ എൻ്റെ വാഹനത്തിന് 7500 രൂപ ഇയാൾ ഫൈനും അടിക്കുന്നുണ്ട്. ഫൈൻ അടിച്ചു, അത് ഞാൻ അടയ്ക്കുകയും ചെയ്തു. അടിച്ച ഫൈന് ഞാൻ അടച്ചു. അപ്പോൾ ഇതാണ് ഇയാൾ. അപ്പം എന്നെപ്പോലെ കുറേ അവിടെ തൃശ്ശൂരുള്ള വേറെ ഇതുപോലുള്ള കുറേ വാഹനങ്ങൾക്ക് ഇയാൾ അടിക്കുന്നുണ്ട്. എൻ്റെ വാഹനമല്ല, വേറെ പല വാഹനങ്ങൾക്കും ഈ ബിജു PV എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് തൃശ്ശൂരിൽ
തിരക്കിയാൽ മതി. അപ്പോൾ ആരും എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് മാത്രമല്ല. പക്ഷേ അവർക്കൊക്കെ പ്രതികരിക്കാൻ പേടി. കാരണം എന്ന് പറഞ്ഞാൽ പ്രതികരിച്ചാൽ നാളെ ഇവൻ വണ്ടി അവരെ ഷെഡിൽ നിന്ന് വെളിയിറക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പിടിക്കും. പിന്നെ എനിക്ക് പേടിയില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാനിത് അങ്ങ് ജീവിതകാലം മൊത്തം ഈ ബസ് നടത്തി കൊടുക്കാമെന്നൊന്നും പറഞ്ഞ് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിർത്തേണ്ടി വന്നാൽ നിർത്തേണ്ടടുത്ത് വെച്ച് നിർത്തിയിട്ട് ഇവന്മാരെ പെൻഷൻ മുടക്കിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് അനൂപ് ചന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി ബസ് ഉടമകളുടെ ജീവിതമൊക്കെ തന്നെ വഴിയാധാരമാക്കി കൊടുത്തിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥനൊക്കെ എന്നൊക്കെ അദ്ദേഹം ആരോപിക്കുകയാണ്. ഏതായാലും ഈ ഒരു തിരുവനന്തപുരത്തെ നമ്മുടെ കമ്മീഷണർ, അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന പരാതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ഈ പരാതിയിന്മേൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.